വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇപ്പോൾ ചൂട് കാലമാണ്, എല്ലാവർക്കും ദാഹമൊക്കെ ആയിട്ട് നടക്കുന്ന സമയമാണ്. ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസാണ് കരിമ്പിൻ ജ്യൂസ്. പക്ഷേങ്കിൽ നമ്മൾ ആരും ഇത് വീട്ടിലുണ്ടാക്കാറില്ല, കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു മെഷീൻ ഉണ്ടെങ്കിലേ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സുമാണ്. എന്നാൽ കരിമ്പ് ഇല്ലാതെ തന്നെ കരിമ്പ് ജ്യൂസിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തൊക്കെ. നിങ്ങൾക്ക് കരിമ്പ് ജ്യൂസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയുള്ള ജ്യൂസ് കിട്ടും. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഇതിനായിട്ട് വേണ്ട മെയിൻ ചേരുവ എന്ന് പറയുന്നത് ശർക്കരയാണ്. നമ്മളെല്ലാവരുടെ വീട്ടിലും ശർക്കര ഉണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏത് ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുറച്ച് ഇരുണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇളം കളറുള്ള ശർക്കര, അതായത് ലൈറ്റ് കളറുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല കരിമ്പ് ജ്യൂസിൻ്റെ അതേ കളർ തന്നെ നിങ്ങൾക്കായി കിട്ടും. പക്ഷേ ടേസ്റ്റൊക്കെ എല്ലാ ശർക്കരയ്ക്കും സെയിം തന്നെ ആയിരിക്കും. ശർക്കര ഉണ്ടാക്കുന്നത് കരിമ്പ് കൊണ്ടാണ്, അതുകൊണ്ടാണ് നമുക്ക് ശർക്കര ഉപയോഗിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു വലിയ ആണി ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്നായിട്ടൊന്ന് കുത്തിയെടുക്കാം. അതല്ല, നിങ്ങൾക്ക് ശർക്കര പാനി ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പാനി ആക്കിയതിന് ശേഷം ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. മിക്സിയുടെ മീഡിയം ജാറിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ശർക്കര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മിൻറ്റാണ്, അതായത് പുതിന. ഒരു പുതിനൻ്റെ കഷ്ണം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം, ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ മുറിച്ചിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളമാണ്. നല്ല തണുത്ത വെള്ളം എടുക്കുക. ഞാനിപ്പോൾ ഏകദേശം 1.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ അരച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് നമുക്ക് അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലുള്ള സാധനം ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റുള്ള കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുത്തിട്ടുള്ള ശർക്കരയുടെ കളർ കൊണ്ടാണ് ഈ ഒരു കളറിലുള്ളത്. ലൈറ്റ് കളർ ശർക്കരയാണെന്നുണ്ടെങ്കിൽ നല്ല പച്ച കളർ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ്സ് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക. താങ്ക്